വെള്ളിയാഴ്ച ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിൽ ആനുവൽ ഡേ ആയിരുന്നു കേട്ടോ. അതിനാണ് ഈ സാരിയൊക്കെ എടുത്ത് പോകുന്നത്. ഈ സാരി സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അടിപൊളി സാരി ആയിരുന്നു. അങ്ങനെ കുറച്ച് പുട്ടിയൊക്കെ അടിച്ച് വലിയ കമ്മലൊക്കെ ഇട്ട് ഞാൻ പോവാണ് കേട്ടോ. അങ്ങനെ ആദ്യം കടയിലേക്ക് പോകണം. അവിടെ നിന്ന് പാറമോളയും കൂട്ടി പോകണം. അവിടെ ചെന്നപ്പോൾ ശ്രീജേട്ടന് ഭയങ്കര ചുമയും ജലദോഷം. ഇത് കണ്ടുപോയി ഒരു സമാധാനം ഉണ്ടാവില്ലെങ്കിൽ സ്കൂളിൽ പോയല്ലേ പറ്റുള്ളൂ. അങ്ങനെ പാറമോള് വന്നു കേട്ടോ. പാറമോൾക്ക് ഞാൻ ഡ്രസ്സ് കൈപിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ യാത്രയ്ക്ക് കൊണ്ടുപോയി സ്കൂളിൽ എത്തി വശം നമ്മുടെ മക്കളെ കൂടി വരും കേട്ടോ. എന്തൊരു സ്നേഹമല്ലേ. നമുക്ക് പിള്ളേരെ പഠിപ്പിക്കാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ടും എനിക്ക് കുറച്ച് നാൾ പോകാൻ പറ്റിയില്ല. ഇനിയും എങ്ങനെയെന്ന് അറിയില്ല, എങ്കിലും ഇപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവരൊക്കെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് സ്നാക്സും ജ്യൂസൊക്കെ കഴിക്കുന്ന കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ ആദ്യത്തെ പ്രോഗ്രാമാണ് ഓപ്പണിംഗ് കോറസ്. അതിനായിട്ടാണ് ഇവർ റെഡി ആയിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ താഴെ ബാൻഡിൻ്റെ പ്രാക്ടീസും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പാറമോൾക്ക് ഞാൻ സ്നാക്സ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പാറമോൾ അവരുടെ കൂടെ ഇരുന്ന് കഴിച്ചു. കുറേ വളണ്ടിയേഴ്സ് ആയിട്ടുള്ള മക്കൾ ഇവിടെ നല്ല പണിയിലാണ് കേട്ടോ. ബാൻഡ് സെറ്റുകാരും ഉണ്ട്. അപ്പോൾ കുറേ പേരൊക്കെ പറയും വീഡിയോയിൽ വരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ടീച്ചേഴ്സ് അവരും ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടല്ലോ അതിൻ്റെ പുറകിലൊക്കെ. അങ്ങനെ ഞങ്ങളും പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഇവിടെ ക്രിബ് കണ്ടു കേട്ടോ. കടുകല്ലേ ഇങ്ങനെ പാവുന്നത് പുല്ല് വരാനായിട്ട്, എനിക്കറിയില്ല. അപ്പോൾ സ്കേറ്റിങ്ങിനായിട്ട് മക്കളൊക്കെ ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. അടിപൊളിയാണ് കേട്ടോ അവർ ചെയ്യുന്നത്. കാണാൻ തന്നെ നല്ല സൂപ്പറായിരുന്നു. അങ്ങനെ ഓപ്പണിംഗ് കോറസ് സ്റ്റാർട്ട് ചെയ്യാണ്. അനൗൺസ്മെൻറ്റിനായിട്ട് റിനി ടീച്ചറും ഞാനും റെഡിയാണ്. ഓപ്പണിംഗ് കോറസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നിലെ ഒരുപാട് ടീച്ചേഴ്സിൻ്റെ എഫേർട്ട് ഉണ്ട് കേട്ടോ. കണ്ടോ ടീച്ചേഴ്സൊക്കെ ഇവിടെ ഓരോരോ കാര്യങ്ങളായിട്ട് ബിസിയാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ടീച്ചറാണോ എന്നുള്ളത്. ടീച്ചറാണ് കേട്ടോ, ഒരുപാട് കാലമായി. അപ്പോൾ ഞാൻ കുറച്ച് നാൾ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും വന്നു. അബിത ടീച്ചറോട് വെൽക്കത്തിൻ്റെ തിരക്കിലാണ്. ടീച്ചേഴ്സും ഒരുപാട് എഫേർട്ട് എടുത്ത് അവർ പുറകിൽ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം അഭിമാനമൊക്കെയാണ്. അങ്ങനെ ഫേബ ടീച്ചർ നന്ദിയോടുകൂടി ഒഫീഷ്യൽ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മളും തിരക്കിലാണ്. അപ്പോൾ പരിപാടിയിൽ അടിപൊളിയായി.